നമസ്കാരം. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണം ഏറ്റെടുത്ത് CBI. ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. കേസിൽ ആത്മഹത്യാ പ്രേരണ, കൊലപാതകം, ഗൂഢാലോചന എന്നിവ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനാണ് ഉത്തരവിൽ ആവശ്യപ്പെടുന്നത്. നേരത്തെ കേസിൽ അന്വേഷണം ആരംഭിക്കാനുള്ള നടപടികൾ CBI ആരംഭിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി 4ഓളം CBI ഉദ്യോഗസ്ഥർ കേരളത്തിൽ എത്തുകയും ചെയ്തിരുന്നു. SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലാണ് സംഘം ഇവിടേക്ക് എത്തിയത്. കേസിൽ അന്വേഷണം CBIക്ക് കൈമാറിയതുമായി ബന്ധപ്പെട്ട ഉത്തരവ് കേന്ദ്രം സംസ്ഥാന സർക്കാരിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുന്ന കൽപ്പറ്റ DYSPയുമായി സംഘം കണ്ണൂരിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുകയുമുണ്ടായി. നിരന്തരമായ ആവശ്യങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമൊടുവിൽ മാർച്ച് 9-നാണ് സംസ്ഥാന സർക്കാർ കേസ് CBIക്ക് വിട്ടുകൊണ്ടുള്ള ഉത്തരവിറക്കിയത്. എന്നാൽ CBI കേസ് ഏറ്റെടുക്കാൻ വൈകിയത് വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. തുടർന്നാണ് സിദ്ധാർത്ഥന്റെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചത്. തുടർന്ന് കേസിൽ CBI അന്വേഷണത്തിനുള്ള വിജ്ഞാപനം ഉടൻ പുറത്തിറക്കണമെന്ന് ഹൈക്കോടതി ഇന്നലെ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാരിന്റെ തിരക്കിട്ടുള്ള നടപടി. അതിനിടെ കേസിലെ നടപടിക്രമങ്ങൾ വൈകിയതിൽ ആഭ്യന്തര സെക്രട്ടറി ഇന്നലെ വിശദീകരണവും തേടിയിരുന്നു. DGPയോടാണ് വിശദീകരണം തേടിയത്. സംഭവത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ ഉൾപ്പെടെ നൽകാനും നിർദ്ദേശം നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം കേസിൽ 3 പേരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ആഭ്യന്തര വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി പ്രശാന്ത VK, സെക്ഷൻ ഓഫീസർ ബിന്ദു, അസിസ്റ്റന്റ് അഞ്ജു എന്നിവരാണ് നടപടി നേരിട്ടത്. പെർഫോമ റിപ്പോർട്ട് CBIക്ക് നൽകാൻ വൈകിയതിലായിരുന്നു നടപടി. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടിയെടുത്തത്. പൂക്കോട് വെറ്ററിനറി കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിയായിരുന്നു മരണപ്പെട്ട സിദ്ധാർത്ഥൻ. അതിക്രൂരമായ മർദ്ദനവും മറ്റു മാനസിക പീഡനങ്ങളും ഉൾപ്പെടെയാണ് സിദ്ധാർത്ഥനെ മരണത്തിലേക്ക് നയിച്ചത്. സംഭവത്തിൽ SFI പ്രവർത്തകരായ വിദ്യാർത്ഥികളെ ഉൾപ്പെടെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. CBI അന്വേഷണത്തിൽ കൊലപാതക സാധ്യത ഉൾപ്പെടെ പരിശോധിച്ചേക്കും. അന്വേഷണം CBIക്ക് കൈമാറിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഉടൻ വിജ്ഞാപനം പുറത്തിറക്കണമെന്നും വിജ്ഞാപനം ഹാജരാക്കണമെന്നും കോടതി ഇന്നലെ ഉത്തരവിട്ടിരുന്നു. അന്വേഷണം വൈകുന്നത് നീതി പരാജയപ്പെടുന്നതിന് കാരണമാകും. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം വന്നാൽ മാത്രമേ CBIക്ക് അന്വേഷണം ഏറ്റെടുക്കാനാകൂ എന്ന് CBI പറയുന്നു. അങ്ങനെയെങ്കിൽ എത്രയും വേഗം അന്വേഷണത്തിന് വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്നും കോടതി പറഞ്ഞിരുന്നു. സംസ്ഥാന സർക്കാർ CBIക്ക് അന്വേഷണം കൈമാറിയാൽ അത് ഏറ്റെടുക്കുന്നതിന് എന്താണ് തടസ്സമെന്നും അന്വേഷണം വൈകുന്നതിന് ആരാണ് കാരണമെന്നും കോടതി ചോദിച്ചിരുന്നു. ചില ക്ലറിക്കൽ തടസ്സങ്ങൾ മാത്രമല്ലേ ഉള്ളതെന്നും കോടതി ചോദിച്ചു. ഹർജി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ വിജ്ഞാപനം ഇറക്കണമെന്നാണ് കോടതി പറഞ്ഞത്. സിദ്ധാർത്ഥന്റെ മരണത്തിലെ അന്വേഷണം വൈകുന്നതിനെതിരെ പിതാവ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി ഇന്നലെ പരിഗണിക്കവെയായിരുന്നു കോടതിയുടെ ഈ പരാമർശങ്ങൾ. CBI അന്വേഷണം വൈകുന്നതിനെതിരെയായിരുന്നു പിതാവ് ജയപ്രകാശ് ഹർജി സമർപ്പിച്ചത്. അന്വേഷണം വേഗത്തിൽ ഏറ്റെടുക്കാൻ വേഗത്തിൽ നിർദ്ദേശം നൽകണം എന്നതായിരുന്നു ഹർജിയിലെ പ്രധാന ആവശ്യം. അന്വേഷണം അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നുവെന്നും പിതാവ് ആരോപിച്ചിരുന്നു. സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണം CBIക്ക് വിട്ടുകൊണ്ട് സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചെങ്കിലും രേഖകൾ CBIക്ക് കൈമാറാത്തത് വിവാദമായിരുന്നു. ഇതേ തുടർന്ന് സംസ്ഥാന സർക്കാർ CBI അന്വേഷണത്തിനായി രേഖകൾ കഴിഞ്ഞ മാസം അവസാനം കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് കൈമാറിയിരുന്നു.